നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ, ഒപ്പം ഞങ്ങളുണ്ട്. എയർ ഗൈഡ്, ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം. പാസ്പോർട്ട്, എയർ ടിക്കറ്റ്, ടൂർ പാക്കേജ്, ഹജ്ജ് ആൻഡ് ഉംറ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9539000666. നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നാദാപുരം ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് പ്രഖ്യാപനം നിർവഹിച്ചത്. ജുമൈല മഹറൂഫ് വാർഡ് 2, CV ഇബ്രാഹിം വാർഡ് 3, ആയിഷ ഗഫൂർ വാർഡ് 9, KK റംല വാർഡ് 12, സുമയ്യ കരിങ്ങാണീൻ്റെവിട വാർഡ് 18, PP വാസു വാർഡ് 19, V അബ്ദുൽ ജലീൽ വാർഡ് 20, അഡ്വക്കേറ്റ് ആയിഷ സയ്യിദ് വാർഡ് 21, P മുനീർ വാർഡ് 22, സഫീറ മൂന്നാംകുനി വാർഡ് 23, അബ്ബാസ് കണക്കൽ വാർഡ് 24 എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. 17ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കും. മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും വിജയത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ നാദാപുരം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന നവാസ്, അദ്ദേഹം നമ്മുടെ അഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ബ്ലോക്ക് തെരഞ്ഞെടുപ്പിലും ഇവിടെ ബ്ലോക്ക് സ്ഥാനാർത്ഥി മത്സരിക്കുന്നവരുടെ വിജയത്തിന് വേണ്ടിയും പ്രവർത്തിക്കണം. ഏത് ബ്ലോക്കാണ്? ചൂളേരി ബ്ലോക്കാണ്. ആ ബ്ലോക്ക് നമുക്ക് പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും നാദാപുരം പഞ്ചായത്തുമെല്ലാം UDF-ന്റെ അധീനതയിലായി വന്നുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കണം. അതിനെല്ലാവരുടെ ഒറ്റക്കെട്ടാണ് പ്രവർത്തനം ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഈ നാദാപുരം പഞ്ചായത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. 12 വാർഡുകളിലാണ് മത്സരിക്കുന്നത്. അതിൽ 11 ആളുകളാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത്. ഒരു വാർഡിൻ്റെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് ഇവിടെ അറിയിക്കപ്പെട്ടിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. വാർഡ് 2-ൽ മത്സരിക്കുന്നത് ജുമൈല മഹറൂഫ്. വാർഡ് 3-ൽ മത്സരിക്കുന്ന CV ഇബ്രാഹിം. വാർഡ് 9-ൽ മത്സരിക്കുന്നത് ആയിഷ ഗഫൂർ സിയാർ. വാർഡ് 12-ൽ മത്സരിക്കുന്നത് KK റംല ടീച്ചർ. വാർഡ് 18 മത്സരിക്കുന്നത് സുമയ്യ കരിങ്ങാണിൻ്റെ വീട്. വാർഡ് 19 മത്സരിക്കുന്നത് PP വാസു. വാർഡ് 20 മത്സരിക്കുന്നത് V അബ്ദുൽ ജലീൽ. വാർഡ് 21 മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് ആയിഷ സയ്യിദ്. വാർഡ് 22 മത്സരിക്കുന്നത് P മുനീർ മാസ്റ്റർ. വാർഡ് 23 മത്സരിക്കുന്നത് സഫീറ മൂന്നാംകുനി. വാർഡ് 24 മത്സരിക്കുന്നത് കണേക്കൽ അബ്ബാസ്. ചടങ്ങിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹമീദ് വലിയാണ്ടി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി നിസാർ എടത്തിൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ ലീഗ് ട്രഷറർ സൂപ്പി നരിക്കാട്ടേരി, ജില്ലാ പഞ്ചായത്ത് നാദാപുരം ഡിവിഷൻ സ്ഥാനാർത്ഥി KK നവാസ്, മണ്ഡലം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത്, ജനറൽ സെക്രട്ടറി NK മൂസ, വൈസ് പ്രസിഡന്റ് MP സൂപ്പി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി, നാദാപുരം അർബൻ ബാങ്ക് ചെയർമാൻ MK അഷറഫ്, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് KM ഹംസ, ജനറൽ സെക്രട്ടറി E ഹാരിസ്, CK നാസർ, MC സുബൈർ, ഹസൻ ചാലിൽ, തായമ്പത്ത് കുഞ്ഞാലി, EK കുഞ്ഞമ്മദ് കുട്ടി, ഹസീബ് കുന്നത്ത്, NK ജമാൽ ഹാജി, E കുഞ്ഞാലി, TK റഫീഖ്, ചിറക്കൽ റഹ്മത്തുള്ള എന്നിവർ സംസാരിച്ചു. നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനവുമായി പഞ്ചായത്ത് മുസ്ലിം ലീഗും UDF ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നൽകുന്നതാണ്. നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ പ്രഖ്യാപനം നടത്തിയത്. എന്തുകൊണ്ടും ഈ പ്രാവശ്യം നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ പഞ്ചായത്ത് പിടിച്ചെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളുമായി പഞ്ചായത്ത് മുസ്ലിം ലീഗും UDF-ഉം ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും. അത് വീണ്ടും ഞങ്ങൾ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചുകൊണ്ടുള്ള പഞ്ചായത്ത് തന്നെ വീണ്ടും അധികാരത്തിൽ വന്നുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നല്ല VV മുഹമ്മദിലൂടെ നേതൃത്വത്തിലുള്ള ഭരണം നല്ല ഭരണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ആശംസകളുണ്ട്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നാദാപുരം പഞ്ചായത്ത് UDF സംവിധാനത്തിൽ 12 വാർഡുകളിലേക്കാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അതിൽ 11 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കരുത്തരായ ഒരു ടീമിനെയാണ് നാദാപുരം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDF സംവിധാനത്തിൽ കേരളത്തിൽ തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം പ്രിയപ്പെട്ട VV മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ആ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് നാദാപുരം പഞ്ചായത്തിലെ വോട്ടർമാർക്കിടയിലേക്ക് ഈ പ്രാവശ്യം UDF പ്രവർത്തകർ ഇറങ്ങുന്നത്. നാദാപുരം പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും പൂർണ്ണ പിന്തുണ UDFിനുണ്ടാവണം. UDF സംവിധാനത്തിൽ വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള വളരെ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ നടത്തും. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള UDF സംവിധാനത്തിൽ പ്രിയപ്പെട്ട മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.